അപ്പോൾ ഇത് നമ്മളെ കിച്ചുമോൻ്റെ കുരുത്തക്കേടിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മൾ പൂഴി കളിക്കുന്നതായിട്ട് സ്റ്റെപ്പുമ്മ കയറ്റി ഇരുത്തി നോക്കി. അവിടെ കുറേ ചുറ്റും ഇരിക്കുന്ന ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ മേലെ കയറ്റി ഇരുത്തി നോക്കിയപ്പോൾ പിന്നെ അവിടുന്ന് താഴെയും മേലെയും കയറി ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പിന്നാലെ പോകേണ്ട അവസ്ഥയായി. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കുരുത്തക്കേട്. ഭയങ്കര ഹാപ്പിയാണ് മൂപ്പര്. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ കളിച്ചോളും. അതിൻ്റെ ഇടയ്ക്ക് കണ്ണം പോയി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. എന്നാൽ പിന്നെ അവിടെ രണ്ടാളും കൂടി നല്ല അടി നടക്കും. അതാണ് അവസ്ഥ. അപ്പോൾ കിച്ചുവിനോട് 2-3 ഫോട്ടോ എടുക്കട്ടെ, കിച്ചു ചിരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഓരോ പോസിൽ നിന്നിരുന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെല്ലാം ഒന്ന് ചുറ്റി നോക്കി. ഇവിടെ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. ഇവിടെ ചക്കോത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എല്ലാ വീടുകളിൽ നിന്നും ചക്ക കൊണ്ട് കൊടുക്കും. പിന്നെ അവിടെ കാവിൽ കുത്തിയിട്ട് പ്രസാദം കൊടുത്തതിന് ശേഷം ആ നാട്ടുകാർ ചക്ക യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കാം കേട്ടോ. എനിക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടില്ല. ആ ഭാഗത്ത് ആ കാവിൽ ചക്ക കുത്തിയതിന് ശേഷം എല്ലാവരും ചക്ക യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ധർമ്മടം ഭാഗത്ത് ആ ഭാഗത്തൊന്നും ആരും മത്സ്യമോ മാംസമോ ഒന്നും യൂസ് ചെയ്യില്ല. ഈ ഒരു കാവിൽ ഉത്സവം കഴിയുന്നവരെ അവിടെ മൊത്തം വ്രതമായിരിക്കും കേട്ടോ. ഒരു ഹോട്ടലിൽ പോലും നോൺ വെജ് കിട്ടില്ല ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചക്കകൾ മൊത്തം ഇവിടെ വെച്ചിട്ട് തന്നെ അവർ മുറിക്കും എന്നാണ് കേട്ടോ കേട്ടത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങ് ഗൈസ്. നമ്മൾ എന്തായാലും ചക്ക കുത്തുന്നവരൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട് തെയ്യങ്ങളുടെ. അതുകൂടി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.